നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ പ്രവാസികളുടെ താമസരേഖ പുതുക്കുന്നതിനും മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് മാറ്റുന്നതിനും പുതിയ നിബന്ധനകളുമായി അധികൃതർ. പുതിയ തീരുമാനപ്രകാരം പ്രവാസികളുടെ വിസ പുതുക്കുന്നതിനും മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് താമസരേഖ മാറ്റുന്നതിനും രാജ്യത്തെ ഏതെങ്കിലും മന്ത്രാലയവുമായോ സർക്കാർ ഏജൻസികളുമായോ ബന്ധപ്പെട്ട കുടിശ്ശികകൾ ഉണ്ടെങ്കിൽ അവ അടച്ചു തീർക്കണം. ഇതുകൂടാതെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം വഴി ഇൻഷുറൻസ് ഫീസ് അടച്ചതിന്റെ തെളിവ് ഹാജരാക്കണമെന്നും ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ നടപടി. നേരത്തെ വിവിധ മന്ത്രാലയങ്ങൾ രാജ്യത്തുനിന്ന് പുറത്തേക്ക് യാത്രയാകുന്ന വിദേശികൾക്ക് കുടിശ്ശികയോ പിഴയോ ബാക്കിയുണ്ടെങ്കിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിസ പുതുക്കുന്നതിനും സമാനമായ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ തീരുമാനം സെപ്റ്റംബർ 10 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് താമസ നിയമത്തിൽ ഭേദഗതി വരുത്തി അധികൃതർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കുവൈറ്റിൽ വിസ പുതുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ ആലോചന നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അടുത്ത വർഷം മുതൽ വിസ പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തിയതായി ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. രാജ്യത്തുള്ള വിദേശികളുടെ സാന്നിധ്യം കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ഇപ്പോഴുള്ള തുകയുടെ 3 ഇരട്ടി വരെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. ഇഖാമ ഫീസ് വർധന സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാലിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ പ്രവാസികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. കുവൈറ്റിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും കുടുംബമായാണ് കഴിയുന്നത്. കുവൈറ്റിൽ വിസ പുതുക്കുന്നതിനുള്ള ഫീസ് മറ്റു ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. തൊഴിൽ വിപണി ക്രമീകരിക്കുക, ജനസംഖ്യാപരമായ അസന്തുലിതത്വം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് കുവൈറ്റ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. സ്വദേശി ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വിദേശ ജനസംഖ്യയുടെ തോത് കൊണ്ടുവരണം. കുവൈറ്റിലെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരിഹാരം കാണാൻ പുതിയ തീരുമാനത്തിലൂടെ സാധിക്കും. വിദേശികളെ കുറയ്ക്കുന്നതിനു വേണ്ടി നിരവധി നിയമപരിഷ്കാരങ്ങൾ അടുത്തിടെ കുവൈറ്റ് നടത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.